അഫ്സല് എപ്പോഴും ഈ പറഞ്ഞ ഞാൻ പറയും അഫ്സലിനെ എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ വീഡിയോസാണ് ഓർമ്മ. ലാലേട്ടൻ്റെ കൂടെ ഒരു ലണ്ടനിലെ ഒരു UK ഷോ, അതും അന്ന് വൈറലായി. അത് ഏത് പാട്ടാ ലാലേട്ടനോ? അത് മറ്റേ ഹലോല സോങ് കട് കെട്ട് വറുത്തൊരു ആ പാട്ട് ഞാൻ ലാലേട്ടനും കൂടി സ്റ്റേജിൽ പാടുന്നായിരുന്നു. ലാലേട്ടൻ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം, എന്നിട്ട് നമുക്ക് അങ്ങ് പാടാം. അല്ല, അത് മെയിൻ സോങ് ലാലേട്ടനാണ് അത് പാടിയിരുന്നത്. അപ്പൊ ഞാൻ കൂടെ അതിന്റെ കോറസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ നമ്മൾ സ്റ്റേജിൽ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യണമായിരുന്നു. അപ്പോൾ അത് എപ്പോഴും സെലിബ്രിറ്റീസ് എന്തെങ്കിലും കാണിക്കുന്നതാണ് നെഗറ്റീവായിട്ട് ഓഡിയൻസ് ചിത്രീകരിക്കുള്ളൂ. പക്ഷേ അത് ഞാനതിന് ഒരു എന്താ പറയുക, ഒരു സാക്ഷിയാണ് ശരിക്കും പറഞ്ഞാൽ. അത് എനിക്കറിയാം, നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം അതല്ലേ. അതിപ്പോൾ നമ്മൾ ആ ഒരു ഷോ തുടങ്ങിയിട്ട് ഏതാണ്ട് പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അതിനു മുമ്പേ ഈ പറയുന്ന വ്യക്തി വളരെ ഡിസ്റ്റർബൻസ്ഡ് ആയിരുന്നു ശരിക്കും ഓഡിറ്റോറിയത്തിൽ. നമ്മളൊരു ഷോ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാർ നമ്മളെ വളരെ സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടി ഇങ്ങനെ സ്റ്റേജിലേക്ക് നോക്കി വരുമ്പോൾ കമൻസും ഫ്രണ്ടിൽ വന്നിട്ട് ഡാൻസും, അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് അല്ല അത്. ശരിക്കും ഒരാൾ മാത്രം വെള്ളമൊക്കെ അടിച്ചിട്ട് വന്ന് ഇങ്ങനെ ഇതാവുമ്പോൾ എല്ലാവരുടെ ആ ഒരു സ്റ്റേജിലേക്കുള്ള ഒരു ഇത് പോകും. അപ്പം അത് ആ പ്രോഗ്രാമിന്റെ ഒരു ഭംഗി നഷ്ടപ്പെടും. അപ്പൊ ഇതൊക്കെ നമ്മളെല്ലാരും വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളാരും പ്രതീക്ഷിച്ചില്ല ലാലേട്ടനായിരിക്കും അതിന് പ്രതികരിക്കണമെന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചു. അല്ല, ലാലേട്ടൻ അവസാനം വരെ പിടിച്ചു നിന്നിട്ട് നമുക്കത് കാണുമ്പോൾ ഏറ്റവും അവസാനമാണ്. അതെ, കാരണം ചിലപ്പോ ഞാനൊക്കെ ഓർത്ത് ആ പ്രോഗ്രാം കഴിയുമ്പോൾ അവനെ കാണണം, എനിക്ക് 2 വർത്താനം പറഞ്ഞ് ഞാൻ വിചാരിച്ചിരുന്നു. കാരണം അത്ര നമുക്ക് തന്നെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നു. കാരണം നമ്മൾ ഇത്രയും ദൂരം ഫ്ലൈ ചെയ്തൊക്കെ വന്ന് അവരുടെ മുമ്പിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മളൊരു വല്ലാതെ ഒരു കാണുന്ന രീതിയിൽ കമൻസൊക്കെ അത്ര രീതിയിൽ മോശമായിട്ടുള്ള കമൻസൊക്കെ പറയുന്നു. അപ്പൊ അത് സഹിക്കാൻ പറ്റൂല ഒരിക്കലും. അപ്പൊ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ അതിനെ പ്രതികരിച്ചു. ഒരുപാട് മനസ്സുകളിൽ തോന്നിയത് ലാലേട്ടന്റെ കൈകളിലൂടെ വന്നു. അപ്പൊ അതങ്ങനെ ഒരു വൈറലായിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോ. അപ്പൊ അതൊക്കെ സ്റ്റേജിലെ ഓരോ എക്സ്പീരിയൻസ് ആണ്. പല എക്സ്പീരിയൻസും നമ്മൾ കടന്ന് കഴിഞ്ഞ് വന്നിപ്പോഴും ഓരോ എക്സ്പീരിയൻസിന് വേണ്ടി കാത്തിരിക്കുന്നു.